ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി നേതാവ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കലാപം കൂടുതൽ അക്രമാസക്തമായി തുടരുന്നു. സംഘർഷത്തിൽ മതനിന്ദ ആരോപിച്ച് ഹിന്ദു യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഹിന്ദു സംഘടനകൾ പ്രതിഷേധം നടത്തി. അതേസമയം ഇന്ത്യക്കാർക്കുള്ള വിസ നടപടികൾ ബംഗ്ലാദേശ് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. മതനിന്ദ ആരോപിച്ച് മൈമൻ സിംഗിൽ കൊല്ലപ്പെട്ട ദീപു ചന്ദ്രദാസിന് നീതി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് പുറത്ത് ഹിന്ദു സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധനായ വിദ്യാർത്ഥി നേതാവ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് കലാപം തുടങ്ങിയത്. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു കലാപകാരികൾ മാധ്യമ സ്ഥാപനങ്ങളടക്കം കത്തിക്കുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത്. നീതി ലഭിച്ചില്ല എങ്കിൽ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രസ്ഥാനം ആരംഭിക്കുമെന്ന് ഷായിർ ഉസ്മാൻ ഹാദിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥി പ്ലാറ്റ്ഫോമായ ഇൻക്ലാബ് മോർച്ച മുന്നറിയിപ്പ് നൽകി. ബംഗ്ലാദേശിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. തിങ്കളാഴ്ച മറ്റൊരു വിദ്യാർത്ഥി നേതാവിനെതിരെയും ആക്രമണമുണ്ടായി. ഇത് അതിർത്തി കടന്നുള്ള അസ്വസ്ഥതകൾക്കും ക്രൂരമായ കൊലപാതകത്തിൽ ഇന്ത്യയിൽ പ്രതിഷേധത്തിനും കാരണമായി. ഇന്ത്യക്കാർക്കുള്ള വിസ കോൺസുലർ സേവനങ്ങൾ താൽക്കാലികമായി ബംഗ്ലാദേശ് നിർത്തിവെച്ചു. ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന്റേതാണ് നടപടി. കോൺസുലർ വിസ സേവനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചതായി ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അറിയിച്ചു. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലെ വിസ അപേക്ഷാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുവാൻ ഇന്ത്യ തീരുമാനിച്ചതിനു പിന്നാലെയാണ് പുതിയ നീക്കം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.